ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് UPSC സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. മറ്റൊന്നാണ് റിവർ ഇന്റർലിങ്കിങ് എന്ന് പറയുന്നത് ഒരു എൻവയോൺമെന്റൽ ഡിസാസ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് എന്നുള്ളതാണ് ഇവിടെ ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണ് റിവർ ഇന്റർലിങ്കുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് എന്നുള്ളത്. അപ്പോൾ കെൻ ബെത്വ റിവർ ഇന്റർലിങ്കിങ് പ്രോജക്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. യമുനയുടെ 2 ട്രൈബ്യൂട്ടറീസ് ആണ് കെന്നും ബെത്വ എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ കെന്നും ഈ ബെത്വയും തമ്മിൽ ഇന്റർലിങ്ക് ചെയ്യുന്നതിനെയാണ്, ഒരു ലിങ്ക് കനാൽ ഉണ്ടാക്കുന്നതിനെയാണ് കെൻ ബെത്വ ഇന്റർലിങ്കിങ് എന്ന് പറയുന്ന. അതായത് ഒരു നദിയിൽ അധികം ജലം ഉണ്ടാകുന്ന സമയത്ത് ആ അധിക ജലത്തെ മറ്റൊരു നദിയിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഓദർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. കാരണം അദ്ദേഹം പറഞ്ഞത് വലിയ എൻവയോൺമെന്റൽ കൺസേൺസ് ഉണ്ട്. കാരണം ഇതിന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കെൻ റിവറിന്റെ അടുത്താണ് പന്ന ടൈഗർ റിസർവ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഡാം പണിയുകയാണെന്നുണ്ടെങ്കിൽ പന്ന ടൈഗർ റിസർവില് വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവും. അത് ഈ ഒരു ഫോറസ്റ്റിന്റെ ഒരു ഭാഗത്തെ വെള്ളത്തിന്റെ അടിയിലേക്ക് ആക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്നാണ് അവിടെയുള്ള എക്കോളജിക്കൽ ഡിസ്റപ്ഷൻ ആണ്. നദിയുടെ നാച്ചുറൽ ഫ്ലോ തടസ്സപ്പെടും, എക്കോസിസ്റ്റത്തെയും ബയോഡൈവേഴ്സിറ്റിയും ഒക്കെ ബാധിക്കും എന്നുള്ളതാണ്. കൂടാതെ അവിടെയുള്ള ഡെൽറ്റാസ്, നദികളുടെ ഡെൽറ്റാസിനെയും മറ്റുമൊക്കെ ബാധിക്കും, അതും ഇക്കോളജിക്കൽ ഇംബാലൻസിന് കാരണമാകും എന്ന് പറയുന്നുണ്ട്. കൂടാതെ എക്കണോമിക് കോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഹൈ കോസ്റ്റ് ആണ്. കാരണം ഇത്തരം പ്രൊജക്റ്റുകൾ നടത്തണമെങ്കിൽ ഹൈ കോസ്റ്റ് ആണ്, ഇത് വലിയ ബേർഡൻ ആണ്. അതുപോലെ തന്നെ എക്കണോമിക്കലി ജസ്റ്റിഫയബിൾ അല്ല ഇത്തരം പ്രൊജക്റ്റുകൾ എന്നുള്ളതാണ്. കൂടുതൽ മെയിൻ്റനൻസ് കോസ്റ്റും വളരെ കൂടുതലാണ്, അതിന്റെ ഓപ്പറേഷണൽ കോസ്റ്റും കൂടുതലാണ്. അപ്പോൾ എക്കണോമിക്കലി വയബിൾ അല്ല ഇത്തരം പ്രൊജക്റ്റുകൾ എന്നുകൂടി ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നാണ് സോഷ്യൽ കൺസേൺസ്. കാരണം ഈ പ്രൊജക്റ്റ് വരുമ്പോൾ ഒരുപാട് കമ്മ്യൂണിറ്റീസിനെ അതിന്റെ ചുറ്റുമുള്ള പ്രദേശത്ത് നിന്നും മാറ്റി നിർത്തേണ്ടതായിട്ട് വരും. അപ്പൊ ഇത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ലൈവ്ലിഹുഡിനെ, അവരുടെ ജീവിത മാർഗത്തെയും മറ്റുമൊക്കെ ബാധിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പൊ ഇതിന് പകരം അൾട്ടർനേറ്റീവ് ആയിട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ കൺസർവേഷനെ പ്രൊമോട്ട് ചെയ്യുക, കൂടുതൽ വാട്ടർ സ്റ്റോറേജ് സിസ്റ്റംസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഇംപ്രൂവൈസ്ഡ് ആയിട്ടുള്ള വാട്ടർ മാനേജ്മെന്റ് പ്രാക്ടീസസുകൾ ഫോളോ ചെയ്യുക, കൃത്യമായിട്ട് റെയിൻ വാട്ടറെ ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഇറിഗേഷൻ ടെക്നിക്കുകളുടെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ചെയ്യുക, അത്തരത്തിൽ വാട്ടർ കൺസർവേഷൻ മെത്തേഡിനെ ഇംപ്രൂവൈസ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടതാണെന്നുള്ളതാണ്. പ്രത്യേകിച്ചും എന്നാൽ ഇതിന് കൗണ്ടർ ആയിട്ടുള്ള ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ വാട്ടർ സ്കേസിറ്റി ഉണ്ട്, കുടിവെള്ള ലഭ്യത കുറവുണ്ട്, അതിനെ അഡ്രസ് ചെയ്യാനാണ് ഈ ഒരു ലിങ്ക് കനാൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഡ്രോട്ട് പ്രോൺ ഏരിയാസിലെ ഈ ഒരു വെള്ളത്തിന്റെ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും എന്നുള്ളതാണ്. മറ്റൊന്നാണ് എക്കണോമിക് ബെനിഫിറ്റ്സ്. കാരണം അഗ്രികൾച്ചർ പ്രൊഡക്ഷനെ ഒക്കെ സ്വാധീനിക്കും. കാരണം അഗ്രികൾച്ചറിന് വെള്ളം അത്യാവശ്യമാണ്, അത് രാജ്യത്തിന്റെയും ആ പ്രദേശത്തിന്റെയും എക്കണോമിക് ഡെവലപ്മെന്റിന് സഹായിക്കും. മറ്റൊന്നാണ് ഫ്ലഡ് കൺട്രോളിന് സഹായിക്കും. റിവർ ഇന്റർലിങ്കിങ് പ്രൊജക്ട് വെള്ളം, അധികം വെള്ളമുള്ള നദിയിൽ നിന്ന് വെള്ളം എടുക്കുന്നതുകൊണ്ട് തന്നെ ആ നദിയിലെ വെള്ളപ്പൊക്കം ഉണ്ടാവില്ല, അതിനെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കെൻ ബെത്വ ഇന്റർലിങ്കിങ് പ്രൊജക്ട് അതിന് എൻവയോൺമെന്റൽ അതുപോലെ തന്നെ സോഷ്യൽ അതുപോലെ തന്നെ എക്കോളജിക്കൽ കൺസേൺസ് ഉണ്ടെങ്കിൽ പോലും അതിൻ്റെതായിട്ടുള്ള സോഷ്യോ അതുപോലെ തന്നെ എക്കണോമിക്കൽ ബെനിഫിറ്റുകൾ ഉണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള പ്രൊജക്ടുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഇമ്പാക്ട് വളരെ നെഗറ്റീവ് ആകുന്ന കുറയുന്ന രീതിയിലും ഇക്കോളജിക്കൽ ഇമ്പാക്ട് കുറയുന്ന രീതിയിൽ പ്രൊജക്ടുകൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ കുറെ കൂടി ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് വാട്ടർ മാനേജ്മെന്റുമായിട്ട് വേണം വാട്ടറിനെ കൺസേർവ് ചെയ്യാനും അതിനെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാനും അതിനെ സ്റ്റോർ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതായിട്ട്. കൃത്യമായിട്ടുള്ള സയന്റിഫിക് റിസർച്ചും മറ്റുമൊക്കെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റുകളൊക്കെ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോൾ ചെയ്യണം. അതിന്റെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വേണം പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു മേഖലയിൽ കൂടുതൽ റിസർച്ചും ഡിസ്കഷൻ നടത്തേണ്ടതായിട്ട്. ബിക്കോസ് ഇന്ത്യയുടെ വാട്ടർ ചാലഞ്ച് എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കൽ ആണ്. പ്രത്യേകിച്ച് റീസെന്റ് ആയിട്ട് നൈട്രേറ്റ് കോൺസെൻട്രേഷൻ ഒക്കെ കൂടുതലാണ് എന്നുള്ള രീതിയിൽ നമ്മൾ വാർത്തകൾ കണ്ടിരുന്നു. സോ ഇത്തരം ടോപ്പിക്കുകൾ, പ്രത്യേകിച്ച് വാട്ടർ കൺസർവേഷനുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അടുത്തത് ഇന്ത്യയുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്, കൺസേൺസ് ആണ്. ഇന്ത്യൻ എക്കണോമിയിൽ നമ്മൾ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഷൻ കടകൾ വഴി ഭക്ഷ്യ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് പറയാം. അപ്പൊ ഇതിൽ ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.